രണ്ട് രാജാക്കന്മാർ അധ്യായം 10. ഇസ്രായേൽ യൂദാ രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു. ആഹാബിന് സമരിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹൂ നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു. നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനൻ്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനൻ്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ. ഭയവിഹ്വലരായ അവർ പറഞ്ഞു, രണ്ട് രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹൂവിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജെസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരും രക്ഷകർത്താക്കളായ നഗര പ്രമാണികളോട് കൂടെയായിരുന്നു. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജെസ്രയേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതനറിയിച്ചപ്പോൾ യേഹൂ പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എൻ്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗൃഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹൂ ജെസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹൂ അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി. മാർഗ്ഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തേക്കതിൽ എത്തിയപ്പോൾ യൂദാ രാജാവായ അഹസ്യായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസ്യായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞീപുത്രന്മാരെയും മറ്റ് കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ച് ബത്തേക്കതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹൂ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിൻ്റെ പുത്രൻ യെഹോനാദാബിനെ കണ്ടു. മംഗളമാശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യെഹോനാദാബ് മറുപടി പറഞ്ഞു, ഉവ്വ്. യേഹൂ പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈ കൊടുത്തു. ഉടനെ യേഹൂ അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോട് കൂടെ വന്ന കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. ബാലിൻ്റെ ആരാധകരെ വധിക്കുന്നു. യേഹൂ ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹൂ അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിൻ്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹൂ പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹൂ കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിൻ്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞു കവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹൂ റക്കാബിൻ്റെ പുത്രനായ യെഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു,
ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹൂ കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടിവരും. ദഹനബലി അർപ്പിച്ച് കഴിഞ്ഞയുടനെ യേഹൂ അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു: ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക. ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിൻ്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിൻ്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി. അത് ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ യേഹൂ നെബാത്തിൻ്റെ പുത്രനായ ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണക്കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹൂവിനോട് പറഞ്ഞു: നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിൻ്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹൂ പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറൊബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യേഹൂവിൻ്റെ മരണം. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലെയാദ് ദേശം മുഴുവനും, ഗാദിൻ്റെയും റൂബൻ്റെയും മനാസയുടെയും പ്രദേശങ്ങളും, അർണോൻ്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലെയാദും ബാശാനും വരെയും അവൻ കീഴടക്കി. യേഹൂവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹൂ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യെഹോവാഹാസ് ഭരണമേറ്റു. യേഹൂ സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്.